എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. റിവിഷൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള പാരീസ് ഒളിമ്പിക്സ് 2024 പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ റിവിഷൻ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിൻ്റെ ഫോർഡർ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും പ്രാക്ടീസിന് ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, പ്രാക്ടീസിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ക്യാപ്സൂൾ എന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സിൻ്റെയും GK-യുടെയും റിവിഷൻ ക്യാപ്സൂളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പാരീസ് ഒളിമ്പിക്സ് 2024 സ്ലോഗൻ എന്തായിരുന്നു ആദ്യം നോക്കാം. അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ ഇതായിരുന്നു പാരീസ് 2024 ഒളിമ്പിക്സിൻ്റെ സ്ലോഗൻ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ കണ്ടിൻജൻറ്റിൻ്റെ സ്ട്രെങ്ത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 117 അത്ലറ്റും 140 സപ്പോർട്ട് സ്റ്റാഫുമായിരുന്നു ഇന്ത്യൻ കണ്ടിൻജൻറ്റിൻ്റെ ഭാഗമായിട്ട് പാരീസ് ഒളിമ്പിക്സ് 2024 പോയത്. ഇതിൻ്റെ ഹെഡ്, അതായത് ചീഫ് ഡേ മിഷൻ എന്ന് പറയുന്നത് ഗഗൻ നരംഗ് ആയിരുന്നു. നമ്മുടെ പഴയ ഷൂട്ടറായിട്ടുള്ള ഗഗൻ നരംഗാണ് ഈ ഒരു പൊസിഷൻ ഒക്യുപ്പൈ ചെയ്തത്. 2024 ഒളിമ്പിക്സിൽ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ് ആയിരുന്നത് ബാഡ്മിൻ്റൺ പ്ലെയർ PV സിന്ധു, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് പ്ലെയർ അജന്ത ശരത് കമലുമാണ്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 6 മെഡലാണ് കരസ്ഥമാക്കിയത്. 6 മെഡൽ എന്ന് പറയുമ്പം 1 സിൽവറും പ്ലസ് 5 ബ്രോൺസുമാണ് ഇത്തവണ ഇന്ത്യ നേടിയത്. ഈ 6 മെഡൽസ് വെച്ച് ഇന്ത്യ 71ാമത്തെ പൊസിഷനിലാണ് ഇത്തവണ ഫിനിഷ് ചെയ്തത്. നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്, അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ടോട്ടൽ എത്ര മെഡൽ കിട്ടി, അതായത് മെഡൽ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ വെച്ചിട്ട് ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി, അതുപോലെ തന്നെ ഇന്ത്യ എത്രാമത്തെ പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളും ആ ഒരു എഫേർട്ട് എടുക്കണം. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പഴയ ഫാക്ട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും 6 മെഡൽസിലേക്ക് കടക്കുമ്പോഴേക്കിന് മനു ബക്കറിന് ആദ്യം 10 മീറ്റർ എയർ പിസ്റ്റൽ ഈവൻറ്റിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയിരുന്നു. മിക്സഡ് ഈവൻറ്റിൽ സർബ്ജോത് സിംഗിനോടൊപ്പം വീണ്ടും ഒരു ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. അതുപോലെ തന്നെ സ്വപ്നിൽ കുസാലയ്ക്ക് ഷൂട്ടിങ്ങിൽ, അതായത് മെൻസ് 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിൽ ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയുടെ മെൻസ് ഹോക്കി ടീം സ്പെയിനെ തോൽപ്പിച്ച് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. ഇത്തവണത്തെ ഏറ്റവും മികച്ച പ്രകടനം വീണ്ടും നീരജ് ചോപ്രയിൽ നിന്നായിരുന്നു. ജാവലിനിൽ സിൽവർ മെഡൽ നേടുകയുണ്ടായി. 89.45 മീറ്റർ ആയിരുന്നു നീരജ് ചോപ്രയുടെ ജാവലിൻ ത്രോ. പാകിസ്ഥാനിൽ നിന്നുള്ള അർഷദ് നദീമാണ് ജാവലിനിൽ ഇത്തവണ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയുണ്ടായത്. ഒളിമ്പിക് റെക്കോർഡ് കൂടിയാണ് ആ ഒരു ഗോൾഡ് മെഡൽ നേടിയത്. ഒളിമ്പിക് റെക്കോർഡ് കൂടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ആ ഒളിമ്പിക് ത്രോ, ആ ജാവലിൻ ത്രോയുടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നീരജ് ചോപ്ര ജാവലിനിൽ ഗോൾഡ് നേടിയപ്പം അദ്ദേഹത്തിൻ്റെ ഒളിമ്പിക് ത്രോയുടെ ഡിസ്റ്റൻസ് എത്രയായിരുന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് അമൻ സർഹാവത്ത് മെൻസ് ഫ്രീ സ്റ്റൈൽ 57 kg റെസ്ലിംഗ് ഇവൻറ്റിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയുണ്ടായി. നമുക്കറിയാം, ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു PR ശ്രീജേഷ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഈവൻ്റ് ആയിരുന്നു. അദ്ദേഹം അതിനുശേഷം റിട്ടയർ ചെയ്യുകയുണ്ടായി. ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലോസിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ് ആരൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുള്ളത് PR ശ്രീജേഷും മനു ബക്കറുമായിരുന്നു ഒളിമ്പിക്സ് ക്ലോസിംഗ് സെറമണിയിൽ ഇത്തവണത്തെ ഫ്ലാഗ് ബെയറേഴ്സ്. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് അടുത്ത തവണത്തെ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒളിമ്പിക്സ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു റിവിഷൻ വീഡിയോയിൽ കവർ ചെയ്തത്. ഈ ഒരു കറണ്ട് ഡെവലപ്മെൻറ്റ്സിനപ്പുറം ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് കാണുമല്ലോ. കാര്യം പഴയ ഒളിമ്പിക്സ് മുതലുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ 117 അത്ലറ്റാണ് ഇതവണ പങ്കെടുത്തത്. അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് അത്ലറ്റുകളുടെയെങ്കിലും ഈവൻ്റ് എന്തായിരുന്നു, ഈവൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏത് പർട്ടിക്കുലർ ഐറ്റത്തിലാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഓർത്ത് നോക്കുക. PV സിന്ധു ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. അതുപോലെ അവർ കോമ്പീറ്റ് ചെയ്യുന്ന സ്പോർട്ടിംഗ് ഈവൻ്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട അത്ലറ്റ്സിൻ്റെങ്കിലും ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. താങ്ക് യു.